എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടത്തോടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു കത്രിക എടുത്തിട്ടുണ്ട്. ഈ മുട്ടത്തോട് നമ്മൾ കത്രിക വെച്ചിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ 2 മുട്ടയുടെ തോടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാണിത് വെച്ചാൽ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഗുളികയുടെ കവറ് വെച്ചിട്ടുള്ള കിടിലനായിട്ടുള്ളൊരു ടിപ്പ് കാണിക്കുന്നുണ്ട്. അതും കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മളിതാ ലാസ്റ്റായിട്ടുള്ള ഈ മുട്ടയുടെ തോടും പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മൂർച്ച പോയിട്ടുള്ള കത്രിക നല്ല പോലെ തന്നെ മൂർച്ചം കൂടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ കത്രികയൊക്കെ മൂർച്ചം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. ഇനി ഇതേപോലെ പൊടിച്ചെടുത്ത ഈ ഒരു മുട്ടത്തോടിൻ്റെ പൊടി ആരും കളയണ്ട. നമ്മൾ വീട്ടിൽ മണി പ്ലാന്റ് ഒക്കെ വളർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ചോട്ടിലും കറിവേപ്പില മരത്തിൻ്റെ ചോട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ചോട്ടിലൊക്കെ ഈ ഒരു പൊടിച്ചെടുത്ത പൊടിയായി കട്ട് ചെയ്തെടുത്ത മുട്ടത്തോട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കത്രിക നല്ല മൂർച്ചം കൂടും. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ പഴം, നേന്ത്രപ്പഴമൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ അത് കറുത്തു പോകൂലേ. അപ്പോൾ അത് കറുത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ടിപ്പ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ അറിയാത്തൊരു ടിപ്പ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ടിപ്പ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പഴം നമ്മൾ ഇതിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടുക. അതല്ലെങ്കിൽ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് റബ്ബർ ഇടുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതി. പഴം നമ്മൾ ന്യൂസ് പേപ്പറിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ടിപ്പ്. ഇങ്ങനെ നമ്മൾ റോൾ ചെയ്തതിന് ശേഷം ഒരു ട്രേയിലോ അല്ലെങ്കിൽ നമ്മൾ കവറിലോ കെട്ടിയാണ്ടോ അതല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ പഴം കറുത്തു പോവാണ്ടിരിക്കും. അപ്പോൾ ഇതും സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. പഴമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ചധികം ദിവസം പഴുത്ത് കറുത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞിട്ടില്ല അടുത്ത ടിപ്പ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. നമ്മൾ റീസെൻ്റ്ലി കണ്ടിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കി നമുക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മെഴുകുതിരിയാണ്. ഒരു മുഴുവനായിട്ടുള്ള മെഴുകുതിരി ഒന്നും വേണ്ട. നമുക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള കത്തി തീരാറായ മെഴുകുതിരിയൊക്കെ എടുക്കുക. എന്നിട്ട് ഒന്ന് കത്തിച്ച് ആ ഒരു മെഴുകുതിരി മെൽറ്റ് ആവുമ്പോൾ നമ്മളിത് ഇതുപോലെ ഉറ്റിച്ചാടുമല്ലോ. ആ ഒരു രീതിക്ക് ഇതുപോലെ ഒന്ന് അതിൻ്റെ മേലെ ജസ്റ്റ് ഇതുപോലെ ആ ഒരു നമ്മുടെ ആ ഒരു മെഴുക് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് കത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കുത്തനെ പിടിക്കുക. അപ്പോഴേ നമുക്കതിൻ്റെ ആ ഒരു മെഴുക് കറക്റ്റായിട്ട് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മെഴുക് ഇതേപോലെ ഒന്ന് ഉരുക്കി ഒഴിക്കുക. നമ്മൾ നോർമലി മെഴുകൊക്കെ ഉരുക്കി ഒഴിക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് നമ്മളിങ്ങനെ കണ്ടോ ഉറ്റിച്ചാടുന്നത് കണ്ടോ. ഇതുപോലെ നമ്മൾ ഈ ഒരു ഞെട്ടിയുടെ ഭാഗത്ത് വേറെ എവിടെ ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഞെട്ടിയുടെ ഭാഗത്ത് ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു 4 പഴമാണ് എടുത്തിട്ടുള്ളത്. അതിൽ 4ലും ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴം പെട്ടെന്ന് കറുത്തു പോവാണ്ട് കുറച്ചധികം ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൈ പൊള്ളാണ്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സിമ്പിളാണ്. ഇത് നല്ല കത്തി നല്ല പോലെ തന്നെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പാക്കാണ്ട് കാണുക. നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു ടിപ്സാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 4 പഴം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് തുടച്ച് നമ്മളിതുപോലെ ഒന്ന് പഴം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ലോങ് ലാസ്റ്റിങ് കിട്ടും കേട്ടോ. കുറച്ചധികം ദിവസം നമുക്ക് കേടുകൂടാതിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഗുളികയുടെ കവർ വെച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗുളികയുടെ ഏത് തരം കവറും എടുക്കാം. കുറച്ചുകൂടി നല്ലത് ഇതുപോലെയുള്ള
ഈ ഒരു കവറാണ് കേട്ടോ. കണ്ടോ, ഈ വലിയ നമ്മൾ കാണിച്ചില്ല നേരത്തെ എടുത്ത് വെച്ച ഈ ഒരു കവറാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഉള്ള ഈ ഒരു കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കത്രിക വെച്ചിട്ടൊന്ന് വെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു കത്രികയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ തന്നെ മൂർച്ചം പോയിട്ടുള്ള ഒരു കത്രികയാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വെട്ടി കൊടുക്കുകയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ടാണ് നമ്മൾ ആദ്യം വെട്ടുന്നത്. എല്ലായിടത്തും നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ഇതുപോലെ വെട്ടി 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 ഇതുപോലെ ഒന്ന് പീസാക്കി എടുക്കുന്നുണ്ട്. ഇനി മുറിഞ്ഞ് ഇങ്ങോട്ട് പീസായി കിട്ടണം നമ്മളിതുപോലെ ഒന്ന് വെട്ടി വെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മൂർച്ചം പോയിട്ടുള്ള കത്രിക നല്ല പോലെ തന്നെ മൂർച്ചം കൂടും. ഇനി ഇത് വെച്ചിട്ടുള്ള വേറൊരു ടിപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ മൂർച്ചം പോയിട്ടുള്ള കത്രിക ചെറുതോ വലുതോ ഏതോ ആയിക്കോട്ടെ, കത്രിക നല്ല പോലെ തന്നെ മൂർച്ചം കൂടി കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന പോലെ ആവില്ല, പിന്നെ നമ്മൾ ലാസ്റ്റ് എത്തുമ്പോഴേക്കും നല്ല പോലെ തന്നെ നമുക്ക് ആ മൂർച്ചം കൂടി കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു ഭാഗത്ത് നല്ല പോലെ തന്നെ മൂർച്ചം കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു ഗുളികയുടെ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ കണ്ടോ നല്ല പോലെ തന്നെ മൂർച്ചയായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മൂർച്ചം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കുട്ടികളുടെയൊക്കെ കത്രിക ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് നമ്മുടെ നൈൽ കട്ടർ, നഖം വെട്ടി നല്ല പോലെ തന്നെ മൂർച്ചം കൂടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കത്രിക മൂർച്ചം കൂട്ടുന്നതിനേക്കാൾ യൂസ്ഫുൾ ആവും നമ്മൾ നഖം വെട്ടി മൂർച്ചം കൂട്ടുന്നത്. കാരണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമാണല്ലോ, നമുക്ക് എപ്പോഴും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ മൂർച്ചം കൂടി കിട്ടും. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വൃത്തികേടൊന്നും ഇല്ലാണ്ട് നമുക്ക് നഖം നല്ല ഫിനിഷിങ്ങിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്